ഭരണപക്ഷവും അവരുടെ കൂടെ നിൽക്കുന്ന അനുയായികളും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനും അധാർമികതയ്ക്കും കൂട്ടുനിൽക്കുകയാണ്, ചൂട്ടുപിടിക്കുകയാണ്. ഒരു അടിസ്ഥാനവുമില്ലാതെ രാഹുൽ ഗാന്ധിയെ കളിയാക്കുകയാണ്, ആക്ഷേപിക്കുകയാണ്. ഇപ്പം 300ഓളം എംപിമാരുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനത്ത് സമരം നടക്കുകയാണ്. അതിൽ വരും ദിവസങ്ങളിൽ രാജ്യവ്യാപകമായിട്ടുള്ള വലിയ പ്രതിഷേധമായിട്ട് ആളിത്തീരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, നമ്മളുടെ രേഖയല്ല നിങ്ങൾ കാണിച്ചത്. അതിന് പക്ഷേ അവർ ഉപയോഗിക്കുന്നത് വളരെ ദുർബലമായിട്ടുള്ള ഒരാളുടെ, ഈ റാണ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. പോളിംഗ് ഓഫീസർ അങ്ങനെ ഒരു സ്ലിപ്പ് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. അങ്ങ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ട് എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിത്തറ കാക്കുന്ന കാവൽ സംവിധാനമാണ്. വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ അത് പ്രവർത്തിച്ചെങ്കിൽ മാത്രമാണ് അതിന് നമുക്ക് ഒരു പരിശുദ്ധി നമുക്ക് നൽകാനായിട്ട് കഴിയും. ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നത് ഈ പരിശുദ്ധമായിട്ടുള്ള അതിൻ്റെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസ്യത തകർക്കുന്ന തരത്തിലുള്ള സമീപനമാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഒരു ബുദ്ധിയുമില്ലാത്ത രീതിയിലോ അല്ലെങ്കിൽ ഒരു യുക്തിയുമില്ലാത്ത രീതിയിലോ പെരുമാറുന്നത് പോലെയാണ് നമുക്ക് തോന്നുക. രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ്? രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു ഇരട്ട വോട്ടിൻ്റെ കാര്യമാണ്. ഒരു സ്ത്രീക്ക് 2 വോട്ട്. ആ 2 വോട്ടും ചെയ്തിട്ടുണ്ട്. ആ വോട്ട് എങ്ങനെ ചെയ്തു? എങ്ങനെ 2 വോട്ട് ഈ വോട്ടർ പട്ടികയിൽ വന്നു? വോട്ടർ പട്ടികയിൽ ചിലപ്പോൾ 2 വോട്ട് വരാം. അത് എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പിശ കൊണ്ടായിരിക്കും. പക്ഷെ അവർ ആ 2 വോട്ടും ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് അവരോട് ചോദിച്ചിട്ടാണോ? അവരൊരു വോട്ടേ ചെയ്തിട്ടുള്ളൂ. വേറെ ആരായിരിക്കും അവരുടെ അവരൊരു വോട്ടേ ചെയ്തിട്ടുള്ളൂ. അവരോട് ചോദിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ്, നിങ്ങൾ 1-ൽ കൂടുതൽ വോട്ട് ചെയ്തത്, 2 വോട്ട് ചെയ്തത് ഇല്ല. അത് വിശ്വാസത്തിലെടുത്തിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നതിൽ തകരാറില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലച്ചോറ് പരിശോധിക്കേണ്ട സമയം കഴിഞ്ഞ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ വോട്ട് മറ്റൊരാൾ ചെയ്യുന്നു എന്നതാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ആരോപണം തന്നെ. അതാണ്. പക്ഷേ ഇതിൽ ഈ 2 ഇതിൽ ശകുണ്ഠറാണ്, അതാണ് ആ സ്ത്രീ. ആ സ്ത്രീയെ ഇവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശ്വാസത്തിലെടുക്കാം. സത്യവാങ്മൂലം നൽകേണ്ട, ഒന്നും വേണ്ട, വലിയ പരിശോധനയൊന്നും വേണ്ട. പക്ഷേ രാഹുൽ ഗാന്ധിയെ വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല. അല്ല, രാഹുൽ ഗാന്ധിയെ വിശ്വാസത്തിലെടുക്കാൻ പാടില്ല എന്ന് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ ഈ സ്ത്രീയെയും വിശ്വാസത്തിലെടുക്കാൻ ആരും വിശ്വാസത്തിലെടുക്കേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ലിസ്റ്റ് ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ള ബാധ്യതയാണ് അയാൾക്കുള്ളത്. രാഹുൽ ഗാന്ധി ഒരു ആരോപണം ഉന്നയിച്ചാൽ മാത്രം മതി, പരാതി കൊടുക്കേണ്ട കാര്യമില്ല, തെളിവ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം തെളിവ് എന്തിനാ രാഹുൽ ഗാന്ധി കൊടുക്കണം? രാഹുൽ ഗാന്ധി തെളിവ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പ്രഖ്യാപിക്കുന്നത്. പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നടത്തുന്ന ആ പ്രഖ്യാപനം എന്ന് പറഞ്ഞതിനിടയിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവരുടെ തന്നെ ആ വ്യക്തി തന്നെ മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള ഒരു സത്യപ്രമാണമായിട്ട് നമുക്കതിനെ കണക്കാക്കാം. ഒരാളുടെ മുമ്പിലല്ല, അത് രഹസ്യമായിട്ടൊന്നുമല്ല, പരസ്യമായിട്ട് 10,000-കണക്കിന് ആളുകളെ നിർത്തിയിട്ട് ഞാൻ ഇന്ന കാര്യം പറയുകയാണ് ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെ പരിഗണിക്കാനായിട്ട് തയ്യാറാവേണ്ടതാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്, അല്ലാണ്ട് വഴി കൂടെ നടക്കുന്നതായിട്ടുള്ള ഒരാളല്ല ഈ കാര്യം പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുഖ്യ ചുമതല എന്താണ്? അദ്ദേഹത്തിൻ്റെ ജോലി കൃത്യമായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ടെന്ന് പരിശോധിക്കലാണ്. അദ്ദേഹത്തിൻ്റെ ലിസ്റ്റ് കൃത്യമായിരിക്കണം. അതേപോലെ തന്നെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ ഒരട്ടിമറിയും പാടില്ല. അതെല്ലാം നിഷ്പക്ഷമായിരിക്കണം, പരിശുദ്ധമായിരിക്കണം. ഇതൊക്കെ ചെയ്താൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനം പ്രസക്തമായി തീരുകയുള്ളൂ. അതിന് പകരമായിട്ട് അദ്ദേഹം മണ്ടത്തരം കാണിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്, പൊട്ടം കളിക്കുകയാണ്, ആളെ പറ്റിക്കാൻ വേണ്ടി. അപ്പോൾ ബോധപൂർവം തന്നെ ഇത് ഇയാൾ ചെയ്തതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതൊരു പൊട്ടംകളി ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചിട്ട് ഇയാളുടെ ലിസ്റ്റ് നന്നാക്കേണ്ട കാര്യമുണ്ടോ? ഇയാളുടെ ലിസ്റ്റ് ഇയാൾ തന്നെയാണ് നന്നാക്കേണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ്റെ ജോലിയാണ് യഥാർത്ഥത്തിൽ ആ ലിസ്റ്റ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിരിക്കുകയും നിഷ്പക്ഷമായിരിക്കുകയും സത്യസന്ധമായിരിക്കുകയും ചെയ്യുക എന്നാണ്. അതിലൊരു പാളിച്ച പാടില്ല, ഇരട്ട തപ്പ് പാടില്ല, വ്യാജ മേൽവിലാസങ്ങൾ പാടില്ല. ഇത് 1-2 വ്യാജ മേൽവിലാസങ്ങളാണ്. ഇപ്പം ഇതേ സംഘികൾ തന്നെ പറയാം. ഇപ്പം സംഘികളാണല്ലോ വലിയ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ തന്നെ പല ഘട്ടങ്ങളിൽ CPM-ൻ്റെ കള്ളവോട്ടുകളെ കുറിച്ചിട്ട് വലിയ രീതിയിൽ വ്യാകുലപ്പെടാറുണ്ട്.
CPM കള്ളവോട്ട് ചെയ്യാറുണ്ട്, ഏതാനും ഈ ഇട്ടാവട്ടത്തുള്ള CPM. അങ്ങനെ ഈ ഇട്ടാവട്ടത്തുള്ള CPMന് കള്ളവോട്ട് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും വലിയ ശക്തമായിട്ടുള്ള BJPക്ക് അവരുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കള്ളവോട്ടുകൾ ഉണ്ടാക്കിക്കൂടാ എന്ന് ഈ സംഘികൾ ചിന്തിക്കുന്നില്ല? അല്ല, സംഖ്യകൾക്കത് അറിയാം, ചിന്തിക്കാത്തൊന്നുമല്ല. അത് മറ്റൊരാൾ പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഞങ്ങളതൊക്കെ ചെയ്യും, നിങ്ങളതിനനുസരിച്ച് ജീവിച്ചാൽ മതി എന്ന സമീപനമാണുള്ളത്. CPM കേരളത്തിൽ ഭരിക്കുന്ന CPM അതിൻ്റെ പേരിൽ CPM കള്ള വോട്ട് ചെയ്യുന്നു, കള്ളവോട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് CPM കള്ളവോട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ ഇടണമെന്ന് വിചാരിക്കുക. 100,000 കണക്കിന് ആളുകൾ കാണാനുണ്ടാവും. മനസ്സിലായേ? അതിൻ്റെ പ്രശ്നം ഇതാണ്. ഇതൊരു തരം വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഇത് മാറുകയാണ് ചെയ്തത്. ഇതിനെ രാഷ്ട്രീയമായിട്ടല്ല കാണേണ്ടത്. BJP ആണ് ഇത് ചെയ്തതെന്നല്ല രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുൽ ഗാന്ധി പറയുന്നത് നമ്മളുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇന്ന അപാകതകൾ ഉണ്ടായിട്ടുണ്ട്, ആ അപാകതകൾ BJPയുടെ വിജയത്തിന് സഹായകരമായി തീർന്നു. അതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് വോട്ട് മോഷ്ടിച്ച് വിജയിച്ചവരാണ് നിങ്ങളെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിന് കാരണക്കാരായിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനത്തിനെതിരാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ നടത്തുന്നത്. ഇപ്പോൾ സമരം നടത്തുന്നത് 300-ലധികം MP-മാരാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്തൊരു കാര്യം. അത് ചെറിയ കാര്യമല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള. 30 പേരെ അകത്ത് കയറ്റു എന്ന് പറഞ്ഞു. 30 പേരുമായിട്ട് ചർച്ച ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിലേക്ക് നിൽക്കുമ്പോൾ ആർക്കെങ്കിലും മറച്ച് ചെയ്യേണ്ടി വന്നു. BJP പ്രതിപക്ഷത്തിരുന്ന് ഒരുപാട് കാലം ഉണ്ടായിരുന്നില്ല, അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നിരുന്നു. ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴല്ലേ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ്സിന് അത് ചെയ്യേണ്ടി വരുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ ഇലക്ഷൻ കമ്മീഷൻ മാത്രമല്ല, അത് ഭരണഘടനാ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇലക്ഷൻ കമ്മീഷനെ പോലെ ഭരണഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പല സാധനങ്ങളെയും BJP എന്ത് ചെയ്തു? അവരുടെ ഉപകരണങ്ങളാക്കി മാറ്റി. അതിൻ്റെ ദുരന്തമാണ്. നമുക്കറിയാം ED എന്ന് പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇലക്ട്രോൾ ബോണ്ട് നൽകിയ ആളുകളെ കേസിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാശ് കൊടുക്കുക, BJPക്ക് കാശ് കൊടുത്തു കഴിഞ്ഞാൽ, BJPക്ക് സംഭാവന കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കുറ്റം ചെയ്താലും നിങ്ങളെ ഒഴിവാക്കി തരാം എന്ന് പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ്. അതിനെ ആരാണ് അംഗീകരിക്കുക? അപ്പോൾ അങ്ങനെ അത് BJPയുടെ ഒരു ഉപകരണമായിട്ട് മാറും. CBI എന്ന് പറയുന്നത് BJPയുടെ ഉപകരണമായിട്ട് മാറും. നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാ സംവിധാനം, ഇൻകം ടാക്സ് ഓഫീസ് വരെയും BJPയുടെ ഉപകരണമാക്കി മാറ്റുന്ന തരത്തിൽ BJP പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഭരണകൂട സംവിധാനങ്ങളുടെ വിശ്വാസ്യത മുഴുവൻ തായിരുന്നു. ഇപ്പോൾ അവസാനം ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസം പോലും തകർക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തകർന്നാൽ പിന്നീട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇലക്ഷൻ്റെ സ്ഥിതി എന്തായിരിക്കും? ആ ഇലക്ഷൻ അംഗീകരിക്കാൻ ആരും തയ്യാറാവില്ല. ഇപ്പോൾ ഈ സമരമൊക്കെ മിക്കവാറും ലോകത്തുള്ള മുഴുവൻ രാഷ്ട്രങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഡൽഹിയിൽ, ഇന്ത്യയിൽ 300-ലധികം വരുന്നതായിട്ടുള്ള പാർലമെൻറ്റ് അംഗങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ വരുത്തി വെച്ചിരിക്കുന്നതായിട്ടുള്ള പാളിച്ചകൾ തിരുത്താനോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ തയ്യാറല്ലാത്തതിൻ്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞ വാർത്ത ചെറിയ വാർത്തയല്ല. ഇത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് സംഭവിക്കുന്ന ദുരന്തമാണ്. ഇത് ആളുകളുടെ ഉള്ളിലേക്ക് ഒരു സ്പാർക്ക് നൽകുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറി തീരുകയാണ്. വലിയ മൈലേജാണ് ഇതിലൂടെ കോൺഗ്രസ്സിന് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിക്ക്. അദ്ദേഹത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി ഒരു വലിയ കരിയർ ഗ്രാഫ് ഉയർത്തുകയാണ് രാഹുൽ. അല്ല, രാഹുൽ കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനം, ബാംഗ്ലൂരിൽ നടത്തിയ പത്രസമ്മേളനം എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പത്രസമ്മേളനമാണ്. ശരി, പവർ പോയിൻ്റ് എക്സ്പ്ലനേഷനായിരുന്നു മുഴുവൻ, ഓരോന്നും കൃത്യമായിട്ട് കാണിച്ചുകൊണ്ട്. അതിലെല്ലാ പ്രൂഫും ഉണ്ട്. ശരിക്കും അതാണ് പൊതുവായിട്ടുള്ളൊരു സത്യവാങ്മൂലമായി അത് മാറി എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം അതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ BJPക്കാരായിട്ടുള്ള ആളുകൾ, BJP അനുകൂലികൾ പോലും സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. സംശയം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത കാര്യമല്ല. ഇതിങ്ങനെയൊക്കെയാണ് എങ്കിൽ ഒരു മുറി, ആ മുറിയിൽ 80 വോട്ട്, ആ മുറിയൊക്കെ പോയിട്ട് നമ്മുടെ റിപ്പോർട്ടർ TVയുടെ ചാനലിൻ്റെ ആളുകൾ പോയി കണ്ടല്ലോ. അവർക്കത് അവരവിടെ ചെന്നത് കാണുമ്പോഴാണ് അന്തം വിട്ടു പോകുന്നത്. കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു വലിയ ആരോപണം കൃത്യമായിട്ട് ശരിയാണ് എന്ന് വരുന്നു എന്നുള്ളതാണ്. അല്ലേ? 40,009 വ്യാജ മേൽവിലാസങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അതുമൊക്കെ ഇവർ പലതും പരിശോധിച്ച സമയത്ത് വ്യാജ മേൽവിലാസങ്ങൾ തന്നെയാണ്. അച്ഛൻ്റെ പേര്, അതേപോലെ തന്നെ വീട്ടു നമ്പർ, ഇതിനെക്കുറിച്ചുള്ള പരാതികളിൽ ഇതിനകത്തുള്ളത്. പേരില്ലാത്ത അച്ഛന്മാർ, വീട്ടു നമ്പർ ഇല്ലാത്തതായിട്ടുള്ള വീടുകൾ. അതുപോലെ തന്നെയാണ് ഈ വേറെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു സാധനം പറഞ്ഞാൽ കന്നി വോട്ടർ എന്ന് പറഞ്ഞു. കന്നി വോട്ടർ എന്ന് പറഞ്ഞാൽ 18 വയസ്സാകുമ്പോൾ വോട്ടറാവുന്നവരാണ് കന്നി വോട്ടർ എന്ന് പറയുന്നത്. അതിന് 80 വയസ്സും 70 വയസ്സും 75 വയസ്സായിട്ടുള്ള ആളുകളൊക്കെ വരികയാണ് ചെയ്യുന്നത്.
അതൊക്കെ കന്നിവോട്ടായിട്ട് രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതൊക്കെ എങ്ങനെ ആണ് നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുക? എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ രേഖകൾ എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള പാളിച്ചകൾ നിറഞ്ഞതാണ്, അബദ്ധ പഞ്ചാംഗമാണ്, തെറ്റുകളുടെ ഒരു കൂമ്പാരമാണ് എന്ന് തെളിയിക്കപ്പെടുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിയപ്പോൾ അത് പരിശോധിച്ച് തിരുത്തുന്നതിന് പകരം രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് കൊടുത്ത് താൻ കൃത്യമായിട്ട് പരാതി തന്നില്ലെന്ന് പറഞ്ഞാൽ താൻ ഈ രാജ്യത്തോട് മാപ്പ് പറയാനില്ല, തന്നെ ശരിപ്പെടുത്തുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ആരാണ് ഈ ഇലക്ഷൻ അല്ല കമ്മീഷൻ? മാഷി, ഇതിലിപ്പോൾ വളരെ നിഷ്പക്ഷമായിട്ട് തോന്നാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താ ഇതിൻ്റെ സൊല്യൂഷൻ? എന്ത്? ഇതൊന്നെങ്കിലും കോടതി കയറണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിശോധനയ്ക്ക് ഇത് എന്തായാലും വിധേയമാവണ്ടേ? അല്ല, പരിശോധിക്കണം, ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കേണ്ടി വരും. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് വെറുതെ കടലാസുകളിൽ മാത്രം ടെക്നിക്കലായിട്ട് നമുക്ക് പ്രക്രിയയല്ല. അതുകൊണ്ടാണല്ലോ ഇവർ സമരത്തിന് വരികയത്. ഇത് എംപിമാർ മാത്രമാണ്. ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും ഇളകി ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമായി തീരും. അതുകൊണ്ട് ഇത് പരിശോധിക്കേണ്ടി വരും, പരിശോധിക്കും എന്നാണ് നമുക്ക് എന്തായാലും മഹാദേവപുരത്ത് നിന്ന് ആരംഭിച്ച ഈ വലിയ ഒരു സംഭവം BJPയുടെയൊക്കെ സംഘപരിവാറിൻ്റെയൊക്കെ കാപട്യം, ഫ്യൂസ് ഊരുന്നതായിട്ട് മാറുകയാണ്. അതെ, തീർച്ചയായിട്ടും നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് കാത്തിരുന്ന് കാണാം. കാരണം ഈ പ്രക്ഷോഭം രൂക്ഷമായി കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ പിടിച്ചേക്കാനായിട്ട് ഒരു കപട സംവിധാനത്തിനും കഴിയില്ല.